കാടിനുള്ളിൽ താമസിക്കുന്ന ഒരമ്മയും രണ്ടു മക്കളും. ഇവരുടെ വീടിന്റെ അടുത്തായിട്ട് മറ്റൊരു വീടും തന്നെ ഇല്ല. ഒരു ദിവസം അപ്രതീക്ഷിതമായി കാട്ടിനുള്ളിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ഇവർ കണ്ടുമുട്ടുന്നു. ശേഷം ഇവരുടെ ജീവിതം തന്നെ മാറിമറിയുകയാണ്. അതേ കൂട്ടുകാരെ, 2019 പുറത്തിറങ്ങിയിട്ടുള്ള റോ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാട്ടിനുള്ളിലായി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു തീനാളത്തിന്റെ അടുത്തേക്ക് വരുന്നതാണ്. അതൊരു ചെറിയ കമ്പായിരുന്നു. ആ കമ്പിനടുത്തായിട്ട് തന്നെ ആരെയോ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മറവ് ചെയ്ത കുഴിമാടത്തിലേക്ക് ഈ ഒരു പെൺകുട്ടിയാകട്ടെ ഒരു കത്തി ഉപയോഗിച്ച് കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് ആ ഒരു പെൺകുട്ടി അവിടെ നിന്നും നടന്നു പോകുന്നു. ഈ ഒരു കാട്ടിൽ തന്നെയാണ് നമ്മുടെ മാക് എന്ന് പറയുന്ന യുവതി താമസിക്കുന്നത്. മാക്കിന്റെ മക്കളാണ് അലോങ്ങും അനഘയും. ഭർത്താവിന്റെ മരണശേഷം ഇപ്പോ കാട്ടിലാണ് ഇവര് താമസിക്കുന്നത്. ഭക്ഷണത്തിനായി ചെറു ജീവികളെയൊക്കെ കെണി വെച്ച് പിടിക്കാറാണ് പതിവ്. അപ്പൊ ആ ഒരു കെണി ചെക്ക് ചെയ്യാനായിട്ട് മക്കളോട് നമ്മുടെ മാക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഈ മക്കളാകട്ടെ കാട്ടിനുള്ളിലേക്ക് ഇപ്പോ ആ കെണികളൊക്കെ നോക്കാനായിട്ട് പോവുകയാണ്. മറുവശത്ത് കാട്ടിനുള്ളിൽ തന്നെയായി ഒരു കണ്ണ് മാത്രം കാഴ്ചയില്ലാത്ത ഒരു വേട്ടക്കാരനാകട്ടെ ആരെയോ തേടി നടപ്പാണ്. പുൽത്തകടിയിൽ നിന്ന് ചോരപ്പാടുകളൊക്കെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം അയാൾ വീണ്ടും തെരച്ചിൽ ആരംഭിക്കുന്നു. മറുവശത്ത് കെണിയിൽ എന്തെങ്കിലും മൃഗങ്ങൾ പെട്ടിട്ടുണ്ടോന്ന് നോക്കാനായിട്ട് പോയാൽ നമ്മുടെ ഈ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കാഴ്ച കണ്ട് ആകെ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അതായത് ഒരു വലിയ മാനിനെ ഒരു മരത്തിൽ ആരോ കെട്ടിത്തൂക്കിയ നിലയിൽ ഇവർ കാണുകയാണ്. ഇതിനിപ്പോ എങ്ങനെ താഴെ ഇറക്കുക എന്നാണ് അലോങ് അനഘയുടെ അടുത്ത് ചോദിക്കുന്നത്. അനഘ അപ്പൊ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും വേഗം വീട്ടിലോട്ട് പോയിട്ട് അമ്മയുടെ അടുത്ത് കാര്യം പറയാന്ന്. അങ്ങനെ ഇവര് വീട്ടിലോട്ട് തന്നെ പോകുമ്പോ കാടിനുള്ളിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ കാണുകയാണ്. അലോങ് ആണെന്നുണ്ടെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോ അനഘ പറയുന്നുണ്ട്, നീ വേഗം വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവര് നേരെ വീട്ടിലേക്ക് പോകുമ്പോ ഈ ഒരു പെൺകുട്ടിയും അവരുടെ പിന്നാലെ തന്നെ വരികയാണ്. വീട്ടിലേക്ക് എത്തിയ ഇവര് ഈ ഒരു മാനിന്റെ കാര്യവും ഈ ഒരു പെൺകുട്ടിയുടെ കാര്യവും മാക്കിന്റെ അടുത്ത് പറഞ്ഞു. പാവം തോന്നിയ മാക്ക് ആകട്ടെ ഈ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കയറ്റുകയും അവൾക്ക് അദിക് എന്ന് പേര് നൽകുകയും ചെയ്തു. മറുവശത്ത് ഈ ഒരു വേട്ടക്കാരനാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ ഒരു പെൺകുട്ടി കത്തിക്കൊണ്ട് കുത്തി ആ ഒരു കുഴിമാടം ഉണ്ടല്ലോ അതിനടുത്തേക്ക് എത്തിയിട്ട് ആ ഒരു കുഴിമാടം മൊത്തം പരിശോധിക്കുന്നുണ്ട്. ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാക്ക് ഈ ഒരു പെൺകുട്ടിക്ക് കഴിക്കാനായിട്ട് ആഹാരമൊക്കെ നൽകുന്നുണ്ട്. എന്തൊക്കെ ചോദിച്ചിട്ടും ഈ ഒരു പെൺകുട്ടി ഒരക്ഷരം മിണ്ടുന്നില്ല. ഇവൾ ഊമയാണെന്നാണ് തോന്നുന്നത് എന്നാണ് ഇപ്പൊ മാക്ക് പറയുന്നത്. അവളുടെ ദേഹത്ത് മുഴുവനായിട്ട് ചെളി ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ അനഘ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ ഇവളെ ഒന്ന് കുളിപ്പിച്ചെടുക്കട്ടെ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അനഘ ഈ ഒരു കുട്ടിയെ കുളിപ്പിച്ച് അവൾക്കൊരു വസ്ത്രവും നൽകി. അന്ന് പകൽ സമയം മൊത്തം അങ്ങനെ കടന്നുപോയി. പിന്നീട് രാത്രിയായപ്പോ ഈ ഒരു മാനിന്റെ കാര്യം വീണ്ടും നമ്മുടെ അലോങ് അവന്റെ അമ്മയോട് പറയുകയാണ്. അപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഈ ഒരു കാട്ടില് ഒരുപാട് കാലം മുമ്പേ തന്നെ ഒരു പ്രേതമുണ്ട്. ആ പ്രേതമാണെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെയും കുട്ടികളെയൊക്കെ ഒരുപോലെ വേട്ടയാടാറുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് മനുഷ്യന്മാര് രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് ശബ്ദമുണ്ടാക്കി മന്ത്രങ്ങൾ ചൊല്ലാറാണ് പതിവ്. ഈ കഥ കേട്ടതും നമ്മുടെ അലോങ്ങിന് ഒരുപാട് സംശയങ്ങൾ വരികയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ അവനോട് മര്യാദയ്ക്ക് പോയിട്ട് നീ കിടന്നുറങ്ങിക്കോ, നാളെ നേരത്തെ എണീറ്റിട്ട് പണിയുള്ളതാ. മറുവശത്ത് ഈ ഒരു വേട്ടക്കാരൻ ഈ ചെറിയ പെൺകുട്ടിയെ അന്വേഷിച്ച് കാട് മൊത്തം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മാനിനെ കെട്ടിത്തൂക്കിയ മരം ഇയാളും കാണുന്നുണ്ട്. മറുവശത്ത് മാക്ക് കുട്ടികളോട് കിടന്നുറങ്ങാനായിട്ട് പറയുകയാണ്. പെട്ടെന്നാണ് ഇവരുടെ വീടിന് മുകളിലായിട്ട് ഒരുപാട് കല്ലുകൾ വന്ന് പതിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഇവരാകെ പേടിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നേയില്ല. ഇവരുടെ ഈ ഒരു വീടുണ്ടാക്കിയിരിക്കുന്നത് മുളകൾ വെച്ചാണ്. അതിനിടയിലൂടെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. പക്ഷേ പുറത്ത് ആരും തന്നെയില്ല. ഈ കല്ലുകൾ എവിടെ നിന്നാണ് വരുന്നത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോ എല്ലാം ശരിയായി. അങ്ങനെ ഇവര് കിടന്നുറങ്ങി. പക്ഷെ രാവിലെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടാണ് മാക്കും കുട്ടികളും ഉണർന്നത്. നമ്മുടെ ഈ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടല്ലോ, അവള് അവിടെ ഉണ്ടായിരുന്ന കോഴികളെയൊക്കെ പച്ചയ്ക്ക് ഭക്ഷിക്കുന്നു. എന്നിട്ട് ഈ ഒരു പെൺകുട്ടി ഇവരെ നോക്കി പറയുകയാണ്, അടുത്ത പൗർണമിയിൽ നിങ്ങൾ മരിക്കും. പറഞ്ഞു തീർന്നില്ല, ഈ ഒരു പെൺകുട്ടി തന്നെ അവളുടെ കത്തി ഉപയോഗിച്ച് അവളെ തീർത്തു കളയുന്നു. ഇവരുടെ ആ ഒരു വീട്ടിൽ മൊത്തം ചോരക്കളിയായിരുന്നു. അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പെൺകുട്ടിയെ ഒരു പായയിൽ പൊതിഞ്ഞിട്ട് ഇപ്പോ കാടിന്റെ ഒത്ത നടുക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. തിരിച്ചിവര് വീട്ടിലേക്ക് എത്തിയപ്പോ ടോക്ക് എന്ന് പറയുന്ന ഒരു വയസ്സായ യുവതി ഇവരുടെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്നു. ഇന്നലെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത അനുഭവപ്പെട്ടോ? ഇങ്ങനെ കല്ലുകൾ വീട്ടുമുറ്റത്ത് വന്നു കിടക്കുന്നത് ഒരു നല്ല സൂചനയല്ല. എന്തോ അപകടം വരാനിരിക്കുന്നുണ്ട്. മാക്കും കുട്ടികളും ഇന്നലെ രാത്രി നടന്ന ഒരു കാര്യവും അവരോട് തുറന്നു പറഞ്ഞില്ല.
എന്റെ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു താഴ്വരയിലാണ് താമസിക്കുന്നത് എന്ന് ഈ ഒരു യുവതി പറയുന്നു. മാക് അങ്ങനെ ഈ ഒരു കല്ലുകളൊക്കെ വീട്ടിന്റെ മുറ്റത്ത് കിടക്കുന്നത് ഒരു ദുശകുനമാണെന്നും പറഞ്ഞ് കുട്ടികളെ കൊണ്ട് അതൊക്കെ പറക്കി കളയിക്കുകയാണ്. അന്ന് രാത്രി ഇവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് അവർക്ക് ഇപ്പോഴും ആ ഒരു ഷോക്കൊന്നും മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി അനഘയുടെ കയ്യിൽ നിന്നും ഒരു കൂർത്ത മുട്ടുസൂചി പോലുള്ള ഒരു വസ്തു അവരുടെ ആ ഒരു കുടിലിന്റെ താഴ്ചയിലേക്ക് വീണു പോവുകയാണ്. അവൾ അതിനുള്ളിലൂടെ കൈയിട്ടെടുക്കാനായിട്ട് നോക്കി, പക്ഷെ നടന്നില്ല. അങ്ങനെ ഡോറൊക്കെ തുറന്ന് പുറത്ത് ആ ഒരു കുടിലിന്റെ അടിയിലൂടെ പോയിട്ട് അവളത് എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്നാണ് മരിച്ചുപോയ ആ ഒരു പെൺകുട്ടി അവളുടെ കയ്യിൽ വന്ന് പിടിത്തമിടുന്നത്. ഇത് കണ്ടതും അനഘ ഞെട്ടിത്തരിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങി. ആ പ്രേതമാകട്ടെ ഇപ്പോഴും അവളെ തന്നെ തുറിച്ചു നോക്കുകയാണ്. അന്ന് രാവിലെ തൊട്ട് നമ്മുടെ അനഘയ്ക്ക് നല്ല കടുത്ത പനിയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവക്ക് വേണ്ട പച്ചില മരുന്നും കാര്യങ്ങളൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ മരണശേഷം ശരിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ മേക്കാകട്ടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രായമായിട്ടുള്ള ടോക്ക് എന്ന് പറയുന്ന സ്ത്രീയില്ലേ, അവരെ കാണാനായിട്ട് ഇപ്പൊ ആ ഒരു താഴ്വരയിലേക്ക് പോവുകയാണ്. അനഘയെ നോക്കാനായിട്ട് നമ്മുടെ അലോങ്ങിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മാക് അവിടെ നിന്നും പോയതും ആ ഒരു തുറന്നു കിടന്നിരുന്ന ഡോറ് തനിയെ അടയുകയാണ്. പെട്ടെന്നാണ് അവരുടെ കുടിലിരുന്ന ഒരു കത്തി ആ പലകയുടെ അടിയിലൂടെ കുടിലിന്റെ താഴേക്ക് വീഴുന്നത്. അവൻ അത് എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ടോക്ക് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ആകട്ടെ ഒരു മന്ത്രവാദിനി കൂടിയാണ്. പുള്ളിക്കാരി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ചൊല്ലാനായിട്ട് തുടങ്ങി. ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് 2 വെളുത്ത പ്രാവുകളെ ഇവർക്ക് ബലി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് അലോങ് ആണെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുക്കുന്നു. അതായത് അടുത്ത് തന്നെ ഒരു തടാകമുണ്ട്, അവിടേക്ക് പോയിട്ട് ഈ 2 പ്രാവുകളെയും ബലി കൊടുത്ത് ആ ഒരു രക്തം ആ തടാകത്തിൽ ഒഴുക്കുക. അങ്ങനെ നമ്മുടെ അലോങ് ആ 2 വെളുത്ത പ്രാവുകളെ ഒരു കേജിലാക്കിക്കൊണ്ട് ആ ഒരു തടാകത്തിലേക്ക് വരുന്നു. ശേഷം അവൻ ഒരു പ്രാവിനെ മാത്രമാണ് ബലി കൊടുത്ത് ആ തടാകത്തിലേക്ക് ചോര ഒഴുക്കുന്നത്. പാവം തോന്നിയ അവനാകട്ടെ മറ്റേ പ്രാവിനെ തുറന്നു വിട്ടു. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ അമ്മയോടും അനഘയോടും അവൻ പറഞ്ഞില്ല. അടുത്ത ദിവസം തൊട്ടിട്ട് അനഘയുടെ അസുഖം ഭേദമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വീട്ടിലേക്ക് ടോക്ക് എന്ന് പറയുന്ന ആ ഒരു മന്ത്രവാദിനി വന്ന് അനഘയുടെ അസുഖം പൂർണ്ണമായി മാറാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ മാക് പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. നോക്കുമ്പോ മാക്കിന്റെ അതേ രൂപമുള്ള ഒരു സ്ത്രീ ചെറിയ ഒരലൊക്കെ ഉണ്ടായിരിക്കില്ലേ നമ്മുടെ അടുക്കളയിൽ ചെറിയ ഉള്ളിയൊക്കെ ചതയ്ക്കാനുള്ള അതുപോലുള്ള ഒരു ഒരല് അരച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നമാണോ എന്നറിയാനായിട്ട് അവൾ അടുത്തുണ്ടായിരുന്ന ആ ഒരു കൊതുകുവല മാറ്റി. പെട്ടെന്ന് ആ ഒരു സ്ത്രീയെ അവിടെ കാണാനില്ല. അങ്ങനെ 2 കുട്ടികൾക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നമ്മുടെ മാക്ക് നോക്കുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. പെട്ടെന്നാണ് ആ ഒരു ഒരലിന്റെ അരയ്ക്കുന്ന സാധനം അവൾക്ക് നേരെ ഉരുണ്ടു വരുന്നത് നമ്മുടെ മാക്ക് കാണുന്നത്. അന്ന് രാത്രി ശരിക്കും പറഞ്ഞ നമ്മുടെ മാക്ക് ഉറങ്ങിയിട്ടേയില്ല. അലോങ്ങിന്റെ കരച്ചിൽ കേട്ടാണ് ഇപ്പൊ നമ്മുടെ മാക്ക് ഉണരുന്നത്. നോക്കുമ്പോ ആ ഒരു വേട്ടക്കാരൻ ഇവരുടെ വീട്ടിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മാക്ക് ചോദിക്കുന്നു. എന്റെ മകളെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു ചെറിയ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് ഇയാൾ ചോദിക്കുമ്പോൾ നമ്മുടെ മാക്കാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല രീതിയിൽ ഞെട്ടുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. ഞങ്ങൾ ആരെയും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ മടക്കി അയക്കുകയാണ്. അയാൾ പോയതിനു ശേഷം മക്കളായിട്ടുള്ള അലോങ്ങിന്റെ അടുത്തും അനഘയുടെ അടുത്തും നമ്മുടെ മാക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആരെന്ത് വന്ന് ചോദിച്ചാലും അങ്ങനെ ഒരു പെൺകുട്ടിയെ നമ്മൾ കണ്ടിട്ടേയില്ല. നമ്മളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അവൾ തനിയെ മരിച്ചതല്ലേ. മറുവശത്ത് ഈ ഒരു വേട്ടക്കാരൻ തടാകത്തിന് അരികിലായിട്ടുള്ള ആളൊഴിഞ്ഞ ഒരു വീട്ടില് പുറത്ത് ആ ഒരു പ്രാവിന്റെ കൂടുകൾ കണ്ടെത്തുന്നു. ഓരോ ദിവസവും മാക്കിനെയും കുടുംബത്തെയും ഈ ഒരു പ്രേതം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി പതിവ് പോലെ അവർ കിടന്നുറങ്ങി. ശേഷം കുറെ നേരം കഴിഞ്ഞപ്പോ നമ്മുടെ അനഘ ഉറക്കത്തില് എഴുന്നേറ്റ് നടക്കാനായി തുടങ്ങി. അവളുടെ കാലിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് യാതൊരു തരത്തിലുള്ള ബോധവുമില്ല. അവൾ നേരെ നടന്നു പോകുന്നത് പുറത്തേക്കാണ്. അതും ആ ഒരു പെൺകുട്ടിയുടെ ശവശരീരം നമ്മുടെ മാക്കും ഇവര് 2 പേരും കൂടി ചേർന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക്. അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ അനഘയ്ക്ക് ബോധം വരുന്നത്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോ ആ ഒരു പെൺകുട്ടിയുടെ പ്രേതം അവളെ വേട്ടയാടാനായിട്ട് തുടങ്ങി. ആ ഒരു ഇലയില്ലാത്ത മരത്തിന് ചുവട്ടിലായി ഒരു കുഴിമാടവും ഉണ്ടായിരുന്നു. എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ പേടിച്ച് വിറച്ച് നമ്മുടെ അനഘ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അനഘയെ കാണാഞ്ഞ് അനിയനായ അലോങ് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു തീനാളമാണ് അവന് കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ അതിനടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ നിന്ന് കത്തുന്നതാണ് അവന് കാണാനായിട്ട് സാധിക്കുന്നത്. രാവിലെ മുതൽ അമ്മയും മകനും കൂടി ഇപ്പോ അനഘയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. മന്ത്രവാദിനിയായ ടോക്കിന്റെ അടുത്തും അവർ കാര്യം പറഞ്ഞു. ഞാനും തിരക്കാം എന്ന് പറഞ്ഞ് ആ ഒരു മന്ത്രവാദിനി അവിടെ നിന്നും പോയി. ഇതേ സമയം നമ്മുടെ അനഘയാകട്ടെ കാടിനുള്ളിൽ പരിക്കൊക്കെ പറ്റിയിട്ടിരിക്കുകയായിരുന്നു.
അവളുടെ അടുത്തുകൂടെ തന്നെ ആ ഒരു വേട്ടക്കാരൻ ഇപ്പോ ഇഴഞ്ഞിഴഞ്ഞാണ് വരുന്നത്. അയാളുടെ ഒരു കണ്ണ് മാത്രം വെളുത്ത നിറമായിരുന്നു. അനഘയെ സുരക്ഷിതമായി ആ വേട്ടക്കാരൻ വീട്ടിലേക്ക് എത്തിച്ചു. പക്ഷെ മാക്കിന് ഇപ്പോഴും അയാളെ വിശ്വാസമില്ല. എന്റെ മകളെ നിങ്ങൾ എവിടെയാണ് കൊണ്ടു ചെന്നാക്കിയത് എന്നാണ് ഇപ്പോഴും അയാൾ ചോദിക്കുന്നത്. അലോങ് അങ്ങനെ സത്യം പറഞ്ഞു. ആ ഒരു ശരീരം കാണിച്ചു തരാനായിട്ട് അലോങ്ങും ഇപ്പൊ അയാളുടെ കൂടെ പോവുകയാണ്. ആ പെൺകുട്ടിയുടെ ശരീരം വെച്ച സ്ഥലം ഇപ്പൊ നമ്മുടെ അലോങ് അയാൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവൻ തിരികെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. മറുവശത്ത് വീട്ടിലാകട്ടെ അനഘയുടെ അടുത്ത് മാക്ക് ചോദിക്കുകയാണ്, നിന്നെ ആ ഒരു വേട്ടക്കാരൻ എന്തെങ്കിലും ചെയ്തോ? അതുകൂടി ആയപ്പോ നമ്മുടെ അനഘയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. അവളാണെന്നുണ്ടെങ്കിൽ അവളെ അമ്മയെ പറയാൻ പാടില്ലാത്ത പല രീതിയിലുള്ള കാര്യങ്ങളും പറയുന്നു. കരഞ്ഞുകൊണ്ട് നമ്മുടെ മേക്കാകട്ടെ ആ ഒരു കുടിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ അനഘ മാത്രമാണ് വീടിന്റെ അകത്തുള്ളത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വീട്ടിനുള്ളിൽ നിന്നും എന്തൊക്കെയോ സൗണ്ട് കേൾക്കാനായിട്ട് തുടങ്ങി. മറുവശത്ത് വളരെ വിഷമത്തോടു കൂടിയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ശവശരീരത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ് ആ ഒരു വേട്ടക്കാരൻ. മറുവശത്ത് സംശയം തോന്നിയ നമ്മുടെ മേക്ക് കുടിലിന്റെ അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോ അനഘ തല തല്ലി മരിക്കുന്നതാണ് കാണുന്നത്. രണ്ടുപേർക്കും അവരവരുടെ മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. മാക്കിന്റെ മനസ്സിൽ ഇപ്പോ ഒന്ന് മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഈ ഒരു കാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോവുക. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ അലോങ് വെള്ളം എടുക്കാനായിട്ട് ഇപ്പൊ തടാകത്തിന്റെ അരികിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ആ ഒരു മന്ത്രവാദിനിയായിട്ടുള്ള ടോക്കിനെ അവൻ കണ്ടുമുട്ടുന്നു. നിന്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഞാൻ സഹായിക്കാം എന്നൊക്കെയാണ് ഇപ്പൊ ഈ ഒരു ടോക്ക് അവന്റെ അടുത്ത് പറയുന്നത്. സഹോദരിയുടെ മരണം നമ്മുടെ അലോങ്ങിനെ വല്ലാതെ കീഴ്പ്പെടുത്തിയിരുന്നു. ഇതേ സമയം ആ ഒരു മന്ത്രവാദിനി വീട്ടിലേക്ക് എത്തി നമ്മുടെ മാക്കിനെ സമാധാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന കർമ്മങ്ങൾ അതേപടി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നും ഈ ഒരു യുവതി പറയുന്നു. മറുവശത്ത് നമ്മുടെ വേട്ടക്കാരനാണെന്നുണ്ടെങ്കിൽ അങ്ങേരുടെ മകളുടെ ആ ഒരു ശവശരീരം അവിടെ ഇങ്ങനെ കിടത്തിയതിനു ശേഷം എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ശേഷം അവളുടെ വായിലേക്ക് നല്ല ചുടുചോരയും ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. ഇതേ സമയം തന്നെ ടോക്ക് എന്ന് പറയുന്ന ആ ഒരു മന്ത്രവാദിനി ഇയാൾ ചെയ്യുന്ന ഈ മന്ത്രങ്ങൾക്കും കർമ്മങ്ങൾക്കും എതിരായിട്ടുള്ള മറ്റൊരു റിച്വലും കൂടി അവിടെ നടത്തുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ഒരു വേട്ടക്കാരൻ നടത്തിയ ആ ഒരു റിച്വലിന്റെ ഫലമായിട്ട് അങ്ങേരുടെ മരിച്ചുപോയ ആ ഒരു മകള് ഇപ്പോ എണീറ്റിരിക്കുകയാണ്. അന്ന് രാത്രി വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മുടെ മാക്കിന് കാണാൻ സാധിക്കുന്നത് ഇലയില്ലാത്ത ഒരു മരം നിന്ന് കത്തുന്നതാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ മകനായിട്ടുള്ള അലോങ്ങിനെയും ഇപ്പൊ വീട്ടിൽ കാണാനില്ല. വീടിന് ചുറ്റുപാട് മുഴുവനും അവൾ നോക്കിയെങ്കിലും മകന്റെ ഒരു പൊടി പോലുമില്ല. ഇതേ സമയം തന്നെ നമ്മുടെ വേട്ടക്കാരൻ കാട്ടിനുള്ളിൽ നിന്ന് ഞെട്ടി എണീക്കുന്നതാണ് കാണിക്കുന്നത്. അയാൾ കിടന്നിരുന്നതിന്റെ തൊട്ടു മുകളിലായി തന്നെ ഒരു കുന്തം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേട്ടക്കാരൻ ഉടനെ തന്നെ തന്റെ മകളെ അടക്കം ചെയ്ത ആ ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുന്നു. അവളുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു വേട്ടക്കാരൻ വീണ്ടും നമ്മുടെ മാക്കിന്റെ വീട്ടിലേക്ക് വന്നിട്ട്, നീയും നിന്റെ കുടുംബവും സാത്താന്റെ പിടിയിലാണ്, എന്റെ മകളുടെ ശരീരം അവിടെ കാണാനില്ല. ഇതൊക്കെ പറയുമ്പോഴും ആ ഒരു മന്ത്രവാദിനി അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മാക്കിന് ഇപ്പൊ ഇയാളെ വിശ്വാസമേ ഇല്ല. എന്റെ മകൻ കാണാത്തതിന് പിന്നിലും ഇവൻ തന്നെയാണ് എന്നും പറഞ്ഞു കൊണ്ട് ഒരു പിച്ചാത്തിയും കാണിച്ച് ആ ഒരു വേട്ടക്കാരൻ നേരെ തിരികെയാണ് നമ്മുടെ മാക്ക്. നിന്റെ മകനെ ഞാൻ തന്നെ കണ്ടെത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇയാൾ എന്റെ മകനെ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് മാക്കും അയാളെ പിന്തുടർന്നുകൊണ്ട് പുറകെ കൂടിയിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അലോങ് ആകട്ടെ ആ ഒരു മരത്തിനുള്ളിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്ന മാനുണ്ടല്ലോ, അതിനെയും വലിച്ചുകൊണ്ട് എങ്ങോട്ടേക്കോ പോവുകയാണ്. ഈ ഒരു കാഴ്ച കണ്ടാണ് ആ ഒരു വേട്ടക്കാരൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. ഉടനെ തന്നെ നമ്മുടെ അലോങ്ങിന്റെ കഴുത്തിനിട്ട് അയാൾ പണി കൊടുത്തു. ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വന്ന മാക്കാകട്ടെ അയാളുടെ കുന്തം ഉപയോഗിച്ചിട്ട് തന്നെ അയാൾക്കിട്ടും പണി കൊടുത്തു. ശേഷം മാക്ക് തന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ പോകുന്നു. അപ്പോഴും ആ ഒരു വേട്ടക്കാരൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അയാൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അയാളുടെ മുന്നിലായിട്ട് ടോക്ക് എന്ന് പറയുന്ന ആ ഒരു മന്ത്രവാദിനി എന്തൊക്കെയോ മന്ത്രങ്ങളും കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മകളായിട്ടുള്ള അതിക് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ദേഹം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കർമ്മങ്ങളൊക്കെ ഈ ടോക്ക് എന്ന് പറയുന്ന മന്ത്രവാദിനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ അടുത്തായിട്ട് തന്നെ ഒരു തളികയുണ്ടായിരുന്നു, അതിൽ ഒരുപാട് വെള്ളവും. അതിന്റെ പ്രതിബിംബത്തില് ഇപ്പൊ നമ്മുടെ ഈ ഒരു വേട്ടക്കാരന് ഇവളുടെ യഥാർത്ഥ രൂപം കാണാൻ സാധിക്കുന്നുണ്ട്. ടോക്ക് എന്ന് പറയുന്ന ഈ ഒരു മന്ത്രവാദിനി തന്നെയാണ് ഇബ്ലീസ്. അവൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം. മനുഷ്യരുടെ ദേഹത്തേക്ക് കയറിയിട്ട് അവരെ തന്നെ ഇല്ലാതാക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക, അതാണ് ഈ ഒരു ഇബ്ലീസിന്റെ പ്രധാന ജോലി. അങ്ങനെ സിനിമയുടെ അവസാനത്തില്
അനഘയുടെ ശരീരത്തിലേക്ക് കയറിയ ഇബ്ലീസ് ആകട്ടെ ആ ഒരു കുടിൽ മൊത്തത്തിൽ കത്തിച്ചു കളയുന്നു. അതിനുള്ളിലായിട്ട് മാക്കും അതുപോലെ തന്നെ അലോങ്ങും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? ഹൊറർ മൂവീസ് മാത്രം ചെയ്യുന്നതിൽ ചിലർക്ക് ഒട്ടും തൃപ്തിയില്ലാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പുതിയ സിനിമകളൊന്നും വന്നിട്ടില്ല, പിന്നെ ആരും ചെയ്യാത്ത സിനിമകൾ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഒരു കൊച്ചു ചാനലാണല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കാര്യങ്ങളും പ്രേക്ഷകരൊക്കെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷമാണ് പഴയ പടങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകൾ ഇട്ട പടങ്ങൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ആരും ചെയ്യാത്ത പടങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൊന്നും തോന്നിയിട്ട് കാര്യമില്ല, ദയവായിട്ട് ക്ഷമിക്കുക. പുതിയ പടങ്ങൾ വരുന്നതിനനുസരിച്ച് അത് ഏത് പടം നോക്കുന്നില്ല, ആക്ഷനാണോ ഹൊററാണോ ഒന്നും നോക്കണില്ല, പുതിയ പടങ്ങൾ ഏത് വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യം തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക, അതൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.